ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷമുള്ള ഒരു റിവ്യൂ ആണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിനകത്ത് എടുത്ത് കാണണം കേട്ടോ. കാണാനുള്ളതുണ്ട്. നമ്മളിത് ലൈവിൻ്റെ അകത്ത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കണ്ട അഭിപ്രായങ്ങൾ പറഞ്ഞതാണെങ്കിൽ എപ്പിസോഡിനകത്തോട് ഒന്നുകൂടെ കണ്ടിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എന്നുള്ളതാണ് സത്യം. ശരിക്കും ചിലരുടെയൊക്കെ മുഖം മൂടി കഴിഞ്ഞങ്ങ് വീണു. കാണിക്കുന്ന ഇച്ചിത്തരങ്ങളാണെങ്കിലും ചെറ്റത്തരങ്ങളാണെങ്കിലും എല്ലാം പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങ് എക്സ്പോസ്ഡ് ആയി. ഇതിലും വലിയ നെഗറ്റീവ് ഒന്നും ഇനി ഈ 3 പേർക്കും വരാനില്ല. ഞാൻ പറയുന്നത് ക്യാപ്റ്റൻസിയിൽ വന്നിട്ടുള്ള ഈ 3 പേരെ പറ്റിയാണ്. നെവിൻ, അക്ബർ, ആര്യൻ. ഇവർക്ക് 3 പേർക്ക് ഇതിലും വലിയ നെഗറ്റീവ് ഒന്നും ഇനി വരാനില്ല. ഇവരൊക്കെ ഗെയിം ഓവറാണ്, തീർന്നു, പണി പാളി, അവസാനിച്ചു, പണി വാങ്ങി, ഇനി പുറത്തേക്ക് ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അത്രയധികം നെഗറ്റീവായിട്ട് തന്നെയാണ് ഇവരുടെ പ്രവൃത്തികൾ ലൈവിലും എപ്പിസോഡിലും കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അത്രയധികം നെഗറ്റീവ് രീതിയിൽ അവര് ഗെയിം കളിക്കുകയും ചെയ്തു. അത്രയും നെഗറ്റീവ് രീതിയിൽ അവര് അത്രയും വലിയ തെമ്മാടിത്തരങ്ങൾ അവിടെ കാണിക്കുകയും ചെയ്തു. അങ്ങനെ അവര് മിക്കവാറും പുറത്താവുകയും ചെയ്യും. ആ ലെവലിലാണ് നിൽക്കുന്നത്. 3 പേരുടെയും ഇമേജ് ആ ഒരു ലെവലിലേക്കാണ് ഇപ്പൊ വന്ന് നിൽക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡ്രാമ എന്ന് വിളിച്ച ആ ഒരു കേസ്, ഷാനവാസ് നടനായതുകൊണ്ട് മാത്രം, അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ഒരു ആക്ടർ എന്നുള്ളതായതുകൊണ്ട് മാത്രം ഡ്രാമ അല്ലെങ്കിൽ നാടകം, അഭിനയം, ശരിക്കും നെവിന്റെ ഒക്കെ ഉള്ളിലെ ആ വിഷം പ്രേക്ഷകർക്ക് അങ്ങ് കറക്റ്റായിട്ട് മനസ്സിലായി. ഇത്രയും ദിവസം ചിരിച്ചോണ്ട് ഷാനവാസിന്റെ പുറകെയൊക്കെ നടന്നുകൊണ്ടിരുന്ന എന്തായിരുന്നു, എന്തുകൊണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായി. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലായി. ആര്യനാണെങ്കിലും അക്ബർ ആണെങ്കിലും, ആര്യൻ ചിരിക്കുന്നുണ്ട്, ചിരിക്കുന്നൊക്കെ എപ്പിസോഡിൽ നല്ല വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കാണണം. അക്ബർ ആണെങ്കിലും ചിരിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വെള്ളം കുടിക്കുന്നു പറഞ്ഞ് വെറുതെ പേരിനായിട്ട് പറയുന്നു. അപ്പൊ ഇതൊക്കെ എപ്പിസോഡിനകത്ത് നല്ല വൃത്തിക്കെടുത്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങളെടുത്ത് പോയി കാണണം. ഇവരുടെ 3 പേരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീണിരിക്കുകയാണ്. അത് നെവിൻ ഷാനവാസിനെ അടിച്ചിട്ടുണ്ട്. ഇത് പുറത്താക്കേണ്ട കേസ് തന്നെയാണ്, ഇജക്ട് ചെയ്ത് വിടേണ്ട കേസ് തന്നെയാണ്. മുമ്പുള്ള സീസൺസിൽ പലരും ഇതിലും ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് പുറത്തായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വലിയ കാര്യത്തിന് ഒരാളെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതാണ്. അപ്പൊ തീർച്ചയായിട്ടും നെവിനെ പുറത്താക്കേണ്ടതായിരുന്നു, സ്പോട്ട് എവിക്ട് ചെയ്ത് വിടേണ്ടതായിരുന്നു. പക്ഷെ ബിഗ് ബോസ് അത് ചെയ്തില്ല. പകരം ഒരു വാർണിംഗ് കൊടുത്ത് അവിടെ ഇരുത്തുകയാണ് ചെയ്തത്. പ്രേക്ഷക വിധി പ്രകാരം നെവിൻ മിക്കവാറും പുറത്താവും എന്നറിയാവുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഉണ്ടല്ലോ, ഇത് സ്പോട്ട് എവിക്ട് ചെയ്ത് വിടേണ്ട ഒരു കേസ് തന്നെയാണ്, ഇജക്ട് ചെയ്ത് വിടേണ്ട ഒരു കേസ് തന്നെയാണ്. ഇത് നല്ല രീതിയിൽ തന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ലാലേട്ടനിലും ബിഗ് ബോസ് ടീമിലും നന്മയെ വിജയിക്കുകയുള്ളൂ, സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. നെവിൻ അടിച്ചിട്ടുണ്ട്, നെവിൻ ഷാനവാസിനെ അടിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു റിമോഴ്സും നെവിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് ലൈവിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. പകരം നെവിൻ സ്വന്തം ഭാഗം ന്യായീകരിച്ചാണ് സംസാരിക്കുന്നത്. ഷാനവാസിനെയും പുറത്താക്കണം, എന്നെയും പുറത്താക്കണം എന്നാണ് നെവിൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതും ഷോനവാസിനെ വിളിച്ച് അധിക്ഷേപിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നെവിൻ ചെയ്തുകൊണ്ടിരുന്നത്. ചെയ്ത തെറ്റെന്താണെന്നോ ഏതാണെന്നോ ഒന്നും നെവിൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. ലാലേട്ടൻ വന്ന് അപമാനിച്ച് പുറത്താക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. നല്ല രീതിയിൽ തന്നെ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ കൊടുത്തിട്ടേ വിടാവുള്ളൂ എന്നാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. നെവിനെ നല്ല രീതിയിൽ തന്നെ ശാസിച്ച് ശിക്ഷിച്ച് തന്നെയാണ് പുറത്തേക്ക് വിടേണ്ടത്. അത് വയറ് നിറച്ച് കേൾപ്പിക്കണം, അതും കൂടെ വേണം കേട്ടോ. ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ പൊട്ടിത്തെറിച്ച് വേണം നെവിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട്. ഇത് എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ പറയുകയാണ്. ഓരോ കമന്റ് സെക്ഷൻ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇതാണ്. നെവിന് വളരെ വലിയ രീതിയിലുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഹെയ്റ്റ് ക്യാമ്പയിൻ വെറുതെ ഉണ്ടായി വന്നതല്ല, കയ്യിലിരിപ്പ് കൊണ്ടുണ്ടായി വന്നതാണ്. ചെയ്ത ഇച്ചിത്തരം കാരണം, ചെറ്റത്തരം കാരണം കൈവരിച്ച ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു തെറ്റും പറയാനില്ല. പ്രേക്ഷകർ പറയുന്നത് തന്നെയാണ് കറക്റ്റ്. നെവിനെ ശിക്ഷിച്ച് അപമാനിച്ച് ആട്ടി വേണം പുറത്താക്കാനായിട്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.